വണ്ടൂരിൽ അനധികൃത തെരുവ് കച്ചവടത്തിനെതിരെ വ്യാപക പ്രതിഷേധം. വണ്ടൂർ കൂരിക്കുണ്ട് മുതൽ കുറ്റിയിൽ വരെയുള്ള പൊതുനിരത്തുകളും നടപ്പാതകളും കയ്യേറി നടത്തുന്ന അനധികൃത കച്ചവടങ്ങൾ നിയന്ത്രിക്കണമെന്ന ആവശ്യവുമായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി രംഗത്തെത്തി. വിഷയം ചൂണ്ടിക്കാട്ടി ഭാരവാഹികൾ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന് പരാതി നൽകി. വണ്ടൂർ ഗ്രാമപഞ്ചായത്തിലെ കാളികാവ് റോഡിലെ കൂരിക്കുണ്ട് മുതൽ കുറ്റിയിൽ വരെയുള്ള പ്രദേശങ്ങളിൽ ദിനംപ്രതി അനധികൃത തെരുവ് കച്ചവടക്കാരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നതായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആരോപിക്കുന്നു. പൊതുനിരത്തുകളും നടപ്പാതകളും കയ്യേറിയുള്ള ഇത്തരം കച്ചവടങ്ങൾ പ്രദേശത്തെ ഗതാഗതക്കുരുക്കിനും കാൽനടയാത്രക്കാരുടെ സുരക്ഷയ്ക്കും വലിയ തടസ്സമാണ് സൃഷ്ടിക്കുന്നത്. പഞ്ചായത്ത് ലൈസൻസ് എടുത്തും കെട്ടിട വാടകയും വൈദ്യുതി ചാർജും അടക്കമുള്ള കൃത്യമായ ഫീസുകൾ നൽകിയും നിയമാനുസൃതം കച്ചവടം നടത്തുന്ന വ്യാപാരികൾക്ക് ഇത് കടുത്ത സാമ്പത്തിക നഷ്ടവും അന്യായമായ മത്സരവുമാണ് ഉണ്ടാക്കുന്നത്. മുൻപും നിരവധി തവണ ഈ വിഷയം അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഫലപ്രദമായ നടപടികൾ ഉണ്ടായിട്ടില്ലെന്ന് വ്യാപാരി സംഘടന പരാതിപ്പെടുന്നു. കൂരിക്കുണ്ട് മുതൽ കുറ്റിയിൽ വരെയുള്ള പ്രദേശങ്ങളിലെ അനധികൃത കച്ചവടങ്ങൾ ഉടൻ പരിശോധിക്കുക, പഞ്ചായത്ത് നിയമങ്ങളും മറ്റ് വ്യവസ്ഥകളും അനുസരിച്ച് കയ്യേറ്റക്കാർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കുക, ലൈസൻസോടെ പ്രവർത്തിക്കുന്ന വ്യാപാരികളുടെ അവകാശങ്ങളും താൽപര്യങ്ങളും സംരക്ഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പരാതി നൽകിയത്. നിലവിൽ വണ്ടൂർ ടൗണ് വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ കാളികാവ് റോഡിൽ വണ്ടൂർ ജംഗ്ഷൻ മുതൽ വാണിയമ്പലം വരെ ഏതാണ്ട് മുഴുവൻ സ്ഥലം ടൗൺ തന്നെയാണ്. അപ്പോൾ കൂരിക്കുണ്ട് വരെ വണ്ടൂർ ടൗണിൽ കാളികാവ് റോഡിൽ കൂരിക്കുണ്ട് വരെ നിലവിൽ തെരുവോര കച്ചവടം നിരോധിച്ചിട്ടുണ്ട്. എന്നാൽ ടൗണിൻ്റെ തന്നെ അതേ ഭാഗമായ കൂരിക്കുണ്ട് മുതൽ കുറ്റിയിൽ വരെ നിരവധി വാഹനങ്ങൾ 8, 9, 10 വാഹനങ്ങൾ തെരുവോര കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ സ്ഥിതിയിൽ ലൈസൻസ്, GST, വെയ്റ്റ് ആൻഡ് മെഷർമെൻറ്റ്, FSSA അങ്ങനെ തുടങ്ങി നിരവധി ലൈസൻസുകളും രേഖകളും റെക്കോർഡുകളും ഒക്കെ ഉണ്ടാക്കി കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. കൂടാതെ ഉപഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ നഷ്ടം വരുത്തുന്നുണ്ട്. ചെറിയ പൈസ ലാഭം കാണിക്കുന്നുണ്ടെങ്കിലും സെക്കൻഡ്സ് സാധനങ്ങളും കൂടാതെ തൂക്കത്തിൽ, അളവിലും തൂക്കത്തിലും വ്യത്യാസം വരുത്തിയും സീൽ ചെയ്യാത്ത ഉപകരണങ്ങൾ ഉപയോഗിച്ച് തൂക്കി ഉപഭോക്താക്കൾക്ക് ഉൽപ്പന്നങ്ങൾ കൊടുക്കുന്നത് കൊണ്ട് അതിൻ്റെതായ പ്രയാസങ്ങളും നിലവിലുണ്ട്. ഉപഭോക്താക്കൾക്ക് തൂക്കം കുറഞ്ഞ സാധനങ്ങളാണ് കിട്ടുന്നത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് N. അബ്ദുൽ ഗഫൂർ, ജനറൽ സെക്രട്ടറി T. യൂസഫ്, ട്രഷറർ CK മുജീബ, N. നിജിമുദ്ദീൻ, മുഹമ്മദ് റാഫി എന്നിവരുടെ നേതൃത്വത്തിലാണ് പഞ്ചായത്തിന് പരാതി സമർപ്പിച്ചത്. ഈ ചാനൽ ന്യൂസ്, വണ്ടൂർ. നിങ്ങൾക്കും സ്വന്തമായി എന്തെങ്കിലും നേടണമെന്ന് ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടില്ലേ? വെറും 6 മാസം കൊണ്ട് ആരോഗ്യ മേഖലയിൽ ജോലി സ്വന്തമാക്കാം. അതിന് ഫീസ് ഒരു തടസ്സമേ ആകില്ല. വളരെ കുറഞ്ഞ ഫീസിൽ നിങ്ങളുടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ നിന്നും നേരിട്ട് NIPMS അക്കാഡമിയുടെ ജോബ് ഓറിയന്റഡ് സ്കിൽ കോഴ്സായ നഴ്സിംഗ് അസിസ്റ്റന്റ് പഠിക്കാം. പഠിച്ചിറങ്ങിയ മുഴുവൻ കുട്ടികൾക്കും പ്ലേസ്മെന്റ് കിട്ടിയതുകൊണ്ട് ജോബിന്റെ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട. +2 ഡിഗ്രി കഴിഞ്ഞ് ആർക്ക് വേണമെങ്കിലും ഈ കോഴ്സിൽ അഡ്മിഷൻ എടുക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ഇന്ന് തന്നെ കോൺടാക്ട് ചെയ്യൂ. നിസാർ ഹോസ്പിറ്റൽ, വളാഞ്ചേരി.